കേട്ട പാതി കേൾക്കാത്ത പാതി ഒരുത്തനെ അടിക്കാന്നൊക്കെ പറഞ്ഞ സോമ, നീ ഇനിയിപ്പോൾ അവിടെ ചടങ്ങിനൊന്നും പോകാൻ നിൽക്കണ്ട. നീ അവിടെ ചെല്ലുമ്പോൾ വല്ലതും ചെയ്താലോ? സോമ, ഒന്ന് സ്റ്റേഷൻ വരെ പോകണം. നിങ്ങൾ എന്നാത്തിനാ സാർ അവനെ കൊണ്ടുപോകുന്നത്? മരണപ്പെട്ട ചന്തുവും സോമനും ബിരിയാണി കഴിക്കുന്ന വീഡിയോ വൈറലായിട്ടുണ്ട്. പനി കൂടി നിന്നപ്പോൾ അയാൾ ആശുപത്രി പോലും പോകാൻ സമ്മതിക്കാതെ അയാൾ പിടിച്ചു നിർത്തി. എൻ്റെ സാറേ, അതൊന്നും ആരും കരുതിക്കൂട്ടി ചെയ്തതല്ലല്ലോ. ഞാൻ അവനോട് ആശുപത്രി പോകണ്ടെന്ന് പറഞ്ഞായിരുന്നു. വാ പോവാ. നീ എന്തൊക്കെയാണ് ഒപ്പിച്ചു വെച്ചേക്കുന്നത്? സാറേ, എന്റെ കൊച്ചറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഒന്നും. പാടം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് ആവി പിടിച്ച് ഒരു ചുക്ക് കാപ്പിയും കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ള അവന്. എൻ്റെ പിന്നെ എനിക്ക് ഇവനൊരു സ്റ്റാഫ് മാത്രമല്ല, എൻ്റെ അനിയൻ കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ പറയൂ? അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് പണ്ടേ തോന്നിയത്. നാട്ടുകാരെ ഉദയിച്ച് നല്ല പിള്ളേ അവൻ കിടക്കുന്ന സകല തെണ്ടികൾക്കും ഇതൊരു പാഠം. എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ബഹളം? അവസാനം ഒരുത്തനെ കൊലക്കൊടുത്തപ്പോ സമാധാനമായല്ലോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിയമപ്രകാരമാണ് കേസെടുക്കേണ്ടത്. അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പരാതി അതൊന്നും വെച്ച് ഒരാളെ പിടിച്ച് അകത്തിടാൻ വകുപ്പുണ്ടോ സാറേ? അങ്ങനെ ആരെങ്കിലും തന്ന പരാതിയല്ലല്ലോ, ചന്തുവിന്റെ വീട്ടുകാരുന്ന പരാതിയല്ലേ. ആ വൈറലായ വീഡിയോ വക്കീലും കണ്ടതല്ലേ? ആ വൈറലായ വീഡിയോയിൽ ചന്തു മാത്രമല്ല, സോമനും കഴിക്കുന്നുണ്ട് താറാവിറച്ചി. കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകും ഇതിന്റെ പിന്നിൽ എന്താണെന്ന്. ഇപ്പൊ പൊയ്ക്കോ. ഇനിയെങ്കിലും അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്കും മാഷേ. നീ കഴിച്ചോ? വിശപ്പില്ല, പിന്നെ കഴിച്ചോളാം. കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ ദയവ് ചെയ്ത് ചേട്ടൻ ഇനി ആരെ ഉപദേശിച്ച് ഉപദ്രവിക്കരുത്. അവനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല മോളെ. മോള് വിഷമിക്കാതെ. ഇവൻ 1.5 വയസ്സുള്ളപ്പോഴാണ് ഇവൻ്റെ അച്ഛൻ ഗൾഫിൽ പോയത്. 8 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഹാർട്ടിന് എന്തൊക്കെയോ പ്രശ്നമായിരുന്നു. 5 വർഷത്തോളം ഏതാണ്ടൊക്കെ മരുന്ന് കഴിച്ചു. അതോടെ കിഡ്നിക്കും പ്രശ്നമായി. 9ാം വയസ്സിൽ എൻ്റെ കുഞ്ഞ് ദിവസവും പോയിക്കൊണ്ടിരുന്നത് സ്കൂളിലേക്കായിരുന്നില്ല, ആശുപത്രിയിലേക്കായിരുന്നു. അച്ഛന് കൂട്ടുകിടക്കാൻ അവൻ്റെ ഗതികേട് മറ്റാർക്കും വരത്തില്ലേ എന്ന് അവന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും എൻ്റെ മോനിങ്ങനെ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ കൂടുതൽ ആഗ്രഹിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. എത്ര ഭാര്യമാർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ മോള് ജനിച്ച ദിവസം നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
നമുക്ക് മിനിയുടെ വീട് വരെ ഒന്ന് പോണ്ടേ? ഇപ്പൊ തന്നെ പോവാം.